ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വൈൽഡ് കാർഡ് എൻട്രികളിൽ ഒരാളായി 29-ാം ദിവസം ഹൗസിലെത്തിയ മത്സരാർത്ഥിയായിരുന്നു നന്ദന നന്ദു. കോമണറായെത്തിയ നന്ദന സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. നന്ദനയ്ക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. തന്റെ ഫോളോവേഴ്സ് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടികളുമായി എത്തിയിരിക്കുകയാണിപ്പോൾ താരം. വിവാഹം, പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങൾക്കാണ് താരം പ്രതികരിച്ചത്. പലപ്പോഴായി നന്ദന യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന വ്ലോഗ് വീഡിയോകളിൽ താൻ പ്രണയത്തിനാണെന്നതിന്റെ സൂചനകൾ നൽകിയിരുന്നു. കമ്മിറ്റഡ് ആണോ എന്ന് പലരും ചോദിച്ചിരുന്നു. അതെ, ഞാൻ പ്രണയത്തിനാണെന്ന് താരം തന്നെ പറയുന്നു. വിവാഹത്തിന് ബിഗ് ബോസിലെ സഹമത്സരാർത്ഥികളെ എല്ലാം വിളിക്കുമെന്നും തനിക്ക് ആരുമായും ശത്രുതയില്ലെന്നും താരം വെളിപ്പെടുത്തി. വിവാഹം ഉടനെ ഉണ്ടാവാൻ സാധ്യതയില്ല. പ്രണയം ഉണ്ടെന്നുള്ളത് ശരിയാണെന്നും വീട്ടുകാർക്കറിയാവുന്ന ബന്ധവുമാണെന്നും താരം പറയുന്നു. കുറച്ചുകൂടി വലുതായിട്ട് വിവാഹം മതിയെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. തന്റെ പ്രണയം ആരുമായിട്ടാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ നന്ദന തന്നെ ചെയ്യുമെന്നും പറയുന്നു. ആ ഒരു വീഡിയോ ചെയ്യാൻ അദ്ദേഹവും തയ്യാറാണ്. പുള്ളിയുടെ വിവരങ്ങൾ അറിയിച്ചിട്ട് വേണം തന്റെ യൂട്യൂബ് ചാനൽ പുള്ളിക്ക് കൈമാറാനാണെന്നും നന്ദന പറയുന്നു. അതിനു കാരണമായി നന്ദന പറയുന്നത് സിനിമ റിവ്യൂവൊക്കെ പറയാൻ ഭയങ്കര താല്പര്യമുള്ളയാളാണ് കക്ഷിയെന്നാണ്. അതുപോലെ അഭിഷേകും നന്ദനയും തമ്മിൽ കമ്മിറ്റഡ് അല്ല എന്നും നന്ദന തന്നെ പറയുന്നു. ഞങ്ങളെ അങ്ങനെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെന്നും താരം പറയുന്നു. വീട് പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല. വീട് പണിഞ്ഞിട്ട് കാർ എടുക്കാനായിരുന്നു തീരുമാനം. പക്ഷേ സാഹചര്യങ്ങൾ കാരണം ആദ്യമേ കാർ എടുത്തു. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ടാണെന്നും നന്ദന പറയുന്നു. അതുകൊണ്ട് ഒരു വീട് കൂടി ഉടനെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡിഗ്രി കഴിഞ്ഞ് കുറച്ചുകാലം PSCക്ക് പഠിച്ചു. അത് നടക്കില്ലെന്നറിഞ്ഞപ്പോൾ അക്കൗണ്ടിംഗ് പഠിക്കാനും പോയി. ആ സമയത്താണ് ബിഗ് ബോസിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് പഠിക്കാനൊന്നും പറ്റിയില്ല. പഠിക്കാൻ അമ്മ നിർബന്ധിക്കുന്നുമുണ്ട്. ഇപ്പോഴും ജോലിക്ക് പോവുകയാണമ്മ. അമ്മയെ സഹായിക്കാൻ വേണ്ട കുറേ കാര്യങ്ങൾ എന്നാൽ കഴിയും വിധം ഞാനും ചെയ്യുന്നുണ്ട്. അമ്മമാർ വെറുതെ വീട്ടിലിരുന്നാലും അസുഖങ്ങൾ വരും. അതുകൊണ്ട് അമ്മ പറ്റുന്ന ജോലികൾ ചെയ്യുന്നു. അതിനാൽ ഞാൻ തടസ്സം പറഞ്ഞിട്ടില്ല. ഇനി അമ്മയ്ക്ക് ജോലിക്ക് പോകേണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ദിവസം ഉടനെ വരാനായി കാത്തിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞതോടെ എന്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം അമ്മമാരും കുട്ടികളുമുണ്ട്. അതൊരു നേട്ടമാണ്. ഞാൻ മുൻപ് ജോലിക്ക് പോകുമ്പോൾ 8,000 രൂപയാണ് എനിക്ക് സാലറി കിട്ടിയിരുന്നത്. ഇപ്പോൾ ഞാനും കുറച്ചു പണം സമ്പാദിക്കുന്നുണ്ട്. വീട്ടിലേക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. ഒപ്പം ബിഗ് ബോസ് കൊണ്ട് എല്ലാവരും അങ്ങനെ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ലെന്നും താരം പറയുന്നു. തന്നെക്കുറിച്ച് വിമർശിക്കുന്നവർക്ക് മറുപടിയും നന്ദന തന്റെ പുതിയ വീഡിയോയിലൂടെ നൽകി. ഞാൻ കാർ എടുത്തത് എന്റെ സ്വന്തമായുണ്ടാക്കിയ പൈസയ്ക്കാണ്. വേറെ ആരാണ് എനിക്ക് പൈസ തരാനുള്ളത്? ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടുന്നു? ഇവൾക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള മറുപടി എനിക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല. അതിനു മറുപടി പറയാത്തത് എന്റെ മര്യാദ കൊണ്ടാണ്. കാർ ലോൺ എടുത്ത് വാങ്ങിയതാണ്, നന്ദന പറയുന്നു.